കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടവും വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സഹനങ്ങളെ നമ്മളെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. പക്ഷേ സഹനങ്ങൾ എന്തിനാണ് എന്നുള്ളതിന് അതിന് ഒരു ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എന്തിനാണ് ഈ സഹനങ്ങൾ? ചിലപ്പോൾ ഒരു രോഗമാകാം, ചിലപ്പോൾ ഒരു പരാജയമാകാം, അല്ലെങ്കിൽ കാലതാമസമാകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, ഒരു രോഗം വന്നു, അങ്ങനെ പല വിധത്തിലുള്ള അസ്വസ്ഥതകളാകാം. ഈ സഹനങ്ങളെ ദൈവം നമുക്ക് നൽകുന്നതിന് അതിലൊരു ഉത്തരം ബൈബിൾ പറയുന്നത് ഇതാണ്. സുഭാഷിതത്തിൻ്റെ പുസ്തകം 20-ാം അധ്യായം 30-ാമത്തെ വാക്യം. സുഭാഷിതം 20-ാം അധ്യായം 30-ാമത്തെ വാക്യം. കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കും. നമ്മുടെ മനസ്സ് ഒരുപാട് അസ്വസ്ഥതകളും മോഹങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നതാണ്. അപ്പം മനസ്സ് ചിലപ്പോൾ ദാഹിക്കും പല കാര്യത്തിനും. അപ്പോൾ ഈ മനസ്സിൻ്റെ ചില ദാഹങ്ങളെ, ചില ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളല്ലാതിരിക്കുകയാണെങ്കിൽ, ചില തിന്മയിലേക്ക് പോകുന്ന ചായ്വുണ്ടെങ്കിൽ ആ മനസ്സിനെ ഈ ചില പ്രഹരങ്ങൾ, സഹനങ്ങൾ അത് ശുചിയാക്കാൻ, വൃത്തിയാക്കാൻ, ശുദ്ധിയുള്ളതാക്കാൻ കഴിയുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ചില അസ്വസ്ഥതകൾ, രോഗങ്ങൾ, സഹനങ്ങൾ വരുന്നത് നമ്മളെ നേരായ വഴിയിലേക്ക് നടത്താൻ, നന്മയിലേക്ക് തിരിയാൻ, ദൈവത്തിലേക്ക് മിഴികൾ ഉയർത്താൻ നമ്മെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ചില സഹനങ്ങളെ നാം ഭയപ്പെടേണ്ട, നമ്മുടെ നന്മയ്ക്കായി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എത്രയോ ക്ഷമിച്ചു എൻ പാപങ്ങൾ ദൈവമേ, എണ്ണിയാലൊതുങ്ങിടുമോ? എത്രയോ ക്ഷമിച്ചു എൻ പാപങ്ങൾ ദൈവമേ, എണ്ണിയാലൊതുങ്ങിടുമോ? നിത്യവും നിന്നോടെ പാദം ഉണർന്നു ഞാൻ, നിത്യവും നിന്നോടെ പാദം ഉണർന്നു ഞാൻ. അലിവോടെ എനിക്കു നീ മാപ്പു തന്നിടും. എത്രയോ ക്ഷമിച്ചു എൻ പാപങ്ങൾ ദൈവമേ, എണ്ണിയാലൊതുങ്ങിടുമോ? പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.